ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീൽ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വിഷു ഒക്കെ അല്ലേ, അപ്പം നമുക്ക് ഇന്നൊരു പായസം ഉണ്ടാക്കിയാലോ? നേന്ത്രപ്പഴം പ്രഥമൻ. അപ്പം ഇതിനു വേണ്ടി 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബനാന എടുക്കുമ്പോൾ നല്ല പഴുത്ത ബനാന എടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ ബനാനയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിൽ നിന്ന് നേന്ത്രപ്പഴം മാറ്റാം. തണുത്തതിന് ശേഷം നമുക്കത് ചെറിയ പീസുകളാക്കി മിക്സിയിലിട്ട് അടിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ വെള്ളം നമ്മൾ കളയണ്ട. ഈ വെള്ളം ഉപയോഗിച്ചാണ് ഇനി നമ്മൾ നേന്ത്രപ്പഴം അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി 250 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കറുത്ത ശർക്കരയാണ്. കറുത്ത ശർക്കര ആകുമ്പോഴാണ് നല്ല കളർ കിട്ടുക നമ്മുടെ പായസത്തിന്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അരിച്ചിട്ട് വേണം നമ്മൾ പായസത്തിലേക്ക് ചേർക്കാൻ. അപ്പം നമ്മുടെ നേന്ത്രപ്പഴം ഇപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബനാനയുടെ സെൻറ്ററിൽ ഒരു നാര് പോലെ കാണില്ലേ, അതൊന്നും നമ്മൾ കളയണം. അത് നമുക്ക് വേണ്ട. അപ്പോൾ ഈ നാര് എടുത്ത് കളയാം. ഇതുപോലെ എല്ലാ നേന്ത്രപ്പഴത്തിൻ്റെയും നാരെടുത്ത് കളയാം. ഇനി നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബനാന കുക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 2 തേങ്ങയിൽ നിന്നാണ് ഈ പാലെല്ലാം എടുത്തിട്ടുള്ളത്. 2 കപ്പ് 3-ാം പാലാണിത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3.5 കപ്പ് 2-ാം പാലാണ്. പിന്നെ 1/4 കപ്പ് 1-ാം പാലും. അപ്പം നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് അരമുറി തേങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 1-ാം പാൽ എടുത്തിട്ടുള്ളത് തേങ്ങ ചെരുവിയതിന് ശേഷം വൃത്തിയുള്ള ഒരു മുണ്ടിലേക്ക് തേങ്ങ ഇട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടാണ് എനിക്ക് 1/4 കപ്പ് 1-ാം പാൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി നന്നായി വീർത്ത് വരണം. ഇപ്പം മുന്തിരിയൊക്കെ ഇവിടെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ നെയ്യിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് വരട്ടിയെടുക്കുക. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ, അതുവരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പൊയിച്ചിട്ടുള്ള നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അതുവരെയാണ് ഈ നേന്ത്രപ്പഴം വരട്ടിയെടുക്കേണ്ടത്. ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ടു പോരുന്നൊരു പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇതിൽ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നോളും. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി അരിച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ ശർക്കരപ്പാനിയും നേന്ത്രപ്പഴം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ശർക്കരപ്പാനിയും നേന്ത്രപ്പഴം നന്നായി യോജിച്ച് വരുന്നത് വരെ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ശർക്കരപ്പാനി ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇത് നന്നായി മിക്സായി വന്നോളും. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം.
ഞാനിവിടെ 2 കപ്പ് മൂന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാം പാൽ എടുക്കണം എന്ന് നിർബന്ധമല്ല, രണ്ടാം പാൽ കുറച്ച് കൂടുതൽ എടുത്താലും മതി കേട്ടോ. അപ്പോൾ മൂന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ മൂന്നാം പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ മൂന്നാം പാൽ ഒഴിച്ചത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3.5 കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത്. ഒന്നാം പാൽ എടുത്തതിന് ശേഷം നമ്മൾ ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നന്നായി പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് രണ്ടാം പാൽ കിട്ടും. അങ്ങനെ 3.5 കപ്പ് രണ്ടാം പാലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പാൽ നമ്മൾ നന്നായി വറ്റിച്ചെടുക്കണം. അപ്പോൾ രണ്ടാം പാൽ ഇപ്പോൾ ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി വറ്റിച്ചെടുക്കണ്ട, കാരണം തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഒന്നും കൂടി തിക്കാവും. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. അതായത് 12 ഏലക്കൻ്റെ കുരു മാത്രം ചതച്ചെടുത്തതാണ്. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ പൊടിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി വേണ്ടത് ഒന്നാം പാലാണ്. ഞാനിവിടെ 3/4 കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വറ്റിച്ചെടുക്കാത്തത്. അപ്പോൾ നമ്മുടെ പായസം ഇപ്പോൾ സെർവ് ചെയ്യാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഈ നേന്ത്രപ്പഴം പ്രഥമനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്